നിങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും ഊഷ്മളമായ അഭിവാദനങ്ങൾ. ഭാരതം സ്വതന്ത്രമായിട്ട് 80 വർഷം പിന്നിടുമ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനം ചെയ്ത മഹാത്മാക്കളെ, മഹാരഥന്മാരായ നമ്മുടെ മുൻപേ നടന്നവരെ നന്ദിയോടെ സ്മരിക്കുന്ന ഇന്നിൻ്റെ ഈ ദിനത്തിൽ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യത്തിൻ്റെ അലൊലികൾ നമ്മുടെ ഭാരത മണ്ണിൽ മുടങ്ങിയിട്ട് 80 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ നാടിനെ മുച്ചൂടും തകർത്ത് കളഞ്ഞ് നമ്മുടെ നാടിനെ എല്ലാ മേഖലയിലും ചണ്ടിയാക്കി മാറ്റി ഇവിടുന്ന് വൈദേശിക ശക്തികൾ ഈ നാടിനെ തകർത്തെറിഞ്ഞു കളഞ്ഞ് ഇവിടുന്ന് പിന്മാറി പോകുമ്പോൾ കഴിഞ്ഞ 80 വർഷം നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്കും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും വേണ്ടി അഹോരാത്രം അധ്വാനം ചെയ്ത മഹാരഥന്മാരായ ഭരണകർത്താക്കളെയും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുന്നേറുന്ന പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനം ചെയ്ത മഹാത്മാക്കളായ മഹാത്മജിയും ഇവിടുത്തെ സ്വാമി വിവേകാനന്ദനും ഇവിടുത്തെ ഉന്നതന്മാരായ ആളുകളെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുമ്പോൾ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബരങ്ങൾ നാം ആഘോഷമാക്കി നാനാ തുറകളിലും ആഘോഷമാക്കി മാറ്റുമ്പോൾ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാണോ എന്നുള്ള ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കവലയിൽ മണിമലയിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാക്കണം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നിരമ്പുകളിൽ നിന്ന് പൗരന്മാർ പാടിപ്പറഞ്ഞ ഈ നാടിൻ്റെ വർണ്ണനകളും ചാതുര്യതകളും എത്ര മനോഹരമാണ്. ഭാരതത്തിൽ എന്തുകൊണ്ട് നിരവധി അഭിമാനകരമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള, ഭാരതത്തിൽ നിന്നും തലയെടുപ്പോടെ നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മലയാളിയുടെ അഭിമാനബോധത്തെ എക്കാലത്തും ധാരാളം വർണ്ണനകളുടെ ഉയർത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എത്രയോ മനോഹരമാണ്. ഭാരതത്തിൽ കേരളമെന്ന് കേട്ടാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് മോഹനത്തിൽ വിളിക്കുന്ന മനോഹാരിത കൊണ്ടും സാമൂഹിക ചിന്ത കൊണ്ടും രാഷ്ട്രീയ ബോധം കൊണ്ടും നിരവധി ഔന്നത്യ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. മലയാളി ചെല്ലാത്ത രാജ്യമില്ല, മലയാളി ചെല്ലാത്ത സ്ഥലമില്ല. മലയാളിക്ക് ലഭിച്ചതുപോലെ ഔന്നത്യബോധങ്ങൾ മറ്റൊന്നിനുണ്ടോ എന്നുള്ളത് നാം പുറകോട്ട് നോക്കുമ്പോൾ അഭിമാനത്തോടെ പറയുക. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സാമൂഹിക ബോധമുള്ള സംസ്ഥാനമാണ് കേരളം. ഏത് സാമൂഹിക തിന്മകൾക്കെതിരെയും തലയെടുപ്പോടെ പ്രതിരോധിക്കാൻ കഴിവും കേൾപ്പുമുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ നാട് ഉയർന്ന് ഉന്നതങ്ങളിലേക്ക് ഉയരുകയാണ്. നമ്മുടെ നാട്ടിലെ വിവിധ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വല്ലാതെ വലിക്കുമ്പോൾ നമുക്കറിയാം, ദിവസങ്ങളിൽ നമ്മുടെ നാടിൻ്റെ പ്രകൃതിക്ഷോഭങ്ങൾ വല്ലാതെ വലിച്ചപ്പോഴും മലയാളി ചേർത്ത് പിടിച്ചു. മലയാളിയുടെ സ്നേഹ സഹോദരങ്ങളെ പോലെയുള്ള സാമൂഹിക ബോധങ്ങളും രാഷ്ട്രീയ ബോധങ്ങളും സാമൂഹിക ഔന്നത്യങ്ങളും ഒക്കെ എത്രയോ ഉയരമാണ്, ഉന്നതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഭാരതത്തിൽ രാഷ്ട്രീയ ബോധം കൊണ്ട് സാമൂഹ്യ ബോധം കൊണ്ടുമൊക്കെ നാം ഉയരത്തിലാണെന്ന് പറയുമ്പോൾ, വിദ്യാഭ്യാസത്തിൽ നാം ഉയരത്തിലാണെന്ന് പറയുമ്പോൾ, രാഷ്ട്രീയ ബോധത്തിൽ നാം ഉയരത്തിലാണെന്ന് പറയുമ്പോൾ, നിരവധി ഒന്നാം സ്ഥാനങ്ങൾ ഭാരതത്തിൽ കഴിഞ്ഞ 80 വർഷം കൊണ്ട് നാം നേടിയെടുത്തിട്ടുണ്ട് എന്ന് അഭിമാനബോധത്തോടെ പറയുമ്പോൾ തന്നെ നാണക്കേടായി അപമാനമായി തലതാഴ്ത്തി പോകുന്ന തലത്തിലേക്ക് നമ്മുടെ നാടെത്തിയിരിക്കുന്നത് ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരത്തിന്റെ 80ാമത്തെ വർഷം നാം ആഘോഷിക്കുമ്പോൾ നാണക്കേടായി പറയേണ്ടി വരികയാണ്. ഭാരതത്തിൽ അഭിമാനിക്കാൻ മലയാളിക്ക് ഒരുപാട് കാര്യമുണ്ടെന്നും ഒക്കെ നാം പറയുമ്പോൾ അപമാനകരമായി നാണക്കേടായി നമ്മുടെ തലതാഴ്ത്തിപ്പോ തലത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ച മേഖല ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനിയുള്ള സംസ്ഥാനം കൊച്ചു കേരളമാണ് പ്രിയപ്പെട്ടവരെ. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടിക്കുറ്റവാളികൾ എണ്ണം അനുദിനം വർദ്ധിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ ചുമതലകളുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അനുദിനം സാമൂഹ്യ തിന്മകളുടെയും രാഷ്ട്രീയതയുടെയും കൂത്തരങ്ങുകളായി ലഹരിയുടെ വല്ലാത്ത പിടുത്തത്തിൽ നമ്മുടെ നാട് ഇതിന്റെ കരാളകസ്തങ്ങളിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രായഭേദമില്ലാതെ സാമൂഹിക ബോധം ഒത്തിരി ഉണ്ടെന്ന് പറയും നമ്മുടെ നാട്ടിൽ. പ്രായഭേദമില്ലാതെ 5 വയസ്സുള്ള കുട്ടി മുതൽ ലഹരിയുടെ അനുബന്ധത്തിലേക്ക് പോകുകയാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, പ്രായമോ സാമൂഹിക ചിന്തകളോ മതമോ മതവ്യത്യാസമില്ലാതെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നമ്മുടെ നാട് എത്തപ്പെടുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ് റിപ്പോർട്ട് വെച്ച തൂഫാൻ പോലെയുള്ള അഭിമാനകരമായ പദ്ധതികൾ നമ്മുടെ നാടിനെ ലഹരിയുടെ വിമോചനത്തിൽ നിന്ന് ലഹരിയുടെ അടുപ്പത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് നയിക്കാൻ
നന്നായി ശ്രമിക്കുമ്പോൾ തന്നെ, തൂഫാനൊക്കെ ഈ സമൂഹം നന്നായി സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായി, ലഹരിയുടെ നീരാളിപ്പെടുത്തൽ നിന്ന് വിമോചനത്തിലേക്ക് നയിക്കാനായി ഇന്നിന്റെ ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്ന ഈ സംവിധാനത്തൊക്കെ നാം വല്ലാതെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ, പിന്തുണയ്ക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാരണമാണ്. വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, കുടുംബ ഭദ്രതയുണ്ട്, കുടുംബ സാമൂഹ്യ ബോധമുണ്ട്, കുടുംബത്തിന്റെ പൈതൃകമുണ്ട്, സാമൂഹ്യ ബോധമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. സ്വാതന്ത്ര്യത്തിന്റെ വിളംബരം നമ്മുടെ നാടിൽ കൊട്ടിഘോഷിക്കുമ്പോൾ മനുഷ്യകുലം ഭാരതം എന്ന് പലതിനെയും അടിമത്തത്തിലാണ്, മതവിദ്വേഷത്തിന്റെ അടിമത്തത്തിലായി. നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ അശാന്തിയുടെയും അക്രമത്തിന്റെയും ഒക്കെ, യുദ്ധത്തിന്റെ കാഹളത്തിന്റെയും ഒക്കെ അനുദിന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. മതചിന്തയുടെയും അനിശ്ചിതാവസ്ഥയുടെയും അസമത്വത്തിന്റെയും അസംഘടിതത്തിന്റെയും മേഖലകളായി മാറുകയാണ്. മതവൈര്യങ്ങളുടെ നാടുകളായി നമ്മുടെ നാടുകൾ വർദ്ധിക്കുമ്പോൾ മനുഷ്യനിൽ സാക്ഷാൽ സ്വതന്ത്രനാണോ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കുടുംബങ്ങളെ വല്ലാതെ അസമാധാനത്തിലേക്ക്, മനുഷ്യന്റെ ജീവിതത്തെ അസമാധാനത്തിലേക്ക്, മനുഷ്യന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ നാം നന്നായി മനസ്സിലാക്കി അതിന്റെ പ്രതിനിധികളെ കണ്ടെത്തേണ്ട മേഖലകൾ അതിക്രമിച്ചിരിക്കുന്നു, സമയം അതിക്രമിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, തൂഫാൻ എന്ന് പറയുന്ന ലഹരിക്കെതിരെയുള്ള നമ്മുടെ ഗവൺമെന്റിന്റെ ഈ മുൻപോട്ടുള്ള യാത്രയിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് കേരളത്തിൽ ഏകദേശം 9,000-ഓളം കേസുകൾ ഇവിടെ ലഹരിയുടെ പേരിൽ പിടിക്കപ്പെടുകയാണ്. അനുദിനം MDMA പോലെയുള്ള രാസപദാർത്ഥങ്ങൾ നമ്മുടെ കൊച്ചുകുട്ടികളുടെ പോലും ബാഗുകളിൽ, അനുദിനം സ്കൂളിൽ പോകുന്ന, കോളേജുകളിൽ പോകുന്ന, ദൈനംദിന ജീവിതയാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ പോലും ലഹരിയുടെ നീരാളിക്കുടത്തിൽ അടിമത്തത്തിലേക്ക് പോകുന്നു പറയുമ്പോൾ നാം ഞെട്ടലോടെ കേൾക്കുന്ന ഇത്ര വാർത്തകളാണ്. നമ്മുടെ കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന യൗവനക്കാരായ 3 അധ്യാപകരെ കണ്ണൂർ ജില്ലയിൽ സ്കൂളിൽ നിന്ന് നമ്മുടെ നിയമപാലകർ അറസ്റ്റ് ചെയ്യുമ്പോൾ, അതിന്റെ ലഹരിയുടെ അമിത ഉപയോഗം മനസ്സിലാക്കുമ്പോൾ, അതിൽ ലഹരിയുടെ വാഹകരായി, വിൽപ്പനക്കാരായി അധ്യാപകർ രംഗത്ത് വരുന്നു പറയുന്നത് നമ്മുടെ കേരളത്തെ ഞെട്ടിപ്പിക്കേണ്ട സംഗതിയല്ലേ? എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ നമ്മുടെ സർക്കാർ ഇവിടുത്തെ ചികിത്സാ ആതുരാലയങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഡോക്ടർമാർ രാത്രിയിൽ നൈറ്റ് ജോലി ചെയ്യാനായിട്ട് MDMA പോലുള്ള ലഹരിയുടെ അമിതമായ ഉപയോഗം അതിനുവേണ്ടി തേടുന്നു എന്ന് പറയുമ്പോൾ നാം എത്ര ഞെട്ടലോടെ കേൾക്കേണ്ട സംഗതിയാണ്. അനുദിനം നാം കേൾക്കുന്ന വാർത്തകൾ, അതിനകത്ത് ഡോക്ടർമാരെന്നില്ല, അധ്യാപകരെന്നില്ല, നിയമപാലകരെന്നില്ല, സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉന്നത മേഖലകളിൽ വിരാജിക്കുന്ന, ഉന്നത ശ്രേണികളിൽ, ഉത്തമ സിനിമകളിൽ വിരാജിക്കുന്നു നാം അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ മാതൃകാ പുരുഷന്മാരെ നാം ഒരു കാലത്ത് കണ്ടിരുന്ന ആളുകളൊക്കെ ലഹരിയുടെ വിൽപ്പനക്കാരും ലഹരിയുടെ അമിത ഉപയോഗക്കാരായി മാറുമ്പോൾ എത്ര ഞെട്ടലോടെയാണ് നാം കേൾക്കുന്നത്. നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ ഷഹനാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, നമ്മൾ കേട്ട നമ്മുടെ നാട് ഞെട്ടിച്ചൊരു വാർത്തയാണ്. 12ാം ക്ലാസ്സിൽ 96% മാർക്കോടുകൂടി പാസ്സായ ചെറുപ്പക്കാരൻ തുടർന്ന് കോളേജിൽ ചെന്നു, ലഹരിക്ക് അടിമയായി, മദ്യത്തിന് മയക്കുമടിമയായി മാറി. പിന്നീട് തനിക്ക് മയക്കുമരുന്ന് പണം കണ്ടെത്താൻ താൻ മോഷണം ആരംഭിക്കുകയാണ്. താൻ ഒരു ദിവസം പണമില്ലാതെ തന്റെ വീട്ടിലേക്ക് വന്നു. തന്റെ അമ്മയും വീട്ടിലുള്ളപ്പോൾ തനിക്ക് കുറെ പണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അമ്മയുടെ അമ്മ പറഞ്ഞു, മോനെ ഇവിടെ കഞ്ഞി വെച്ചിട്ടില്ല, നിന്റെ അപ്പൻ ജോലിക്ക് പോയിട്ടേ ഉള്ളൂ, പണമില്ലാത്തത് കൊണ്ട് ഇവിടെ കഞ്ഞി വെച്ചിട്ടില്ല, അതുകൊണ്ട് പണമില്ലെന്ന് പറയുമ്പോൾ ഷഹനാസ് എന്ന് പറയുന്ന 22-കാരൻ അവിടെ അവന്റെ കയ്യിൽ കരുതിയിരുന്ന മാരകായുധമുണ്ട്. തന്റെ അമ്മയുടെ അമ്മയെ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയ വാർത്ത കേരളത്തെ ഞെട്ടലോടെയാണ് നാം കേൾപ്പിച്ചത്, കേട്ടത്. നമുക്കറിയാം, മലയാറ്റിയിലുള്ള ചിത്രപ്രിയ എന്നൊരു പെൺകുട്ടി, വളരെ ചെറുപ്പക്കാരിയായ പെൺകുട്ടി, കേരളത്തിൽ 12ാം ക്ലാസ് പാസ്സായി. ഇവിടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകയിൽ മറ്റൊരു കോഴ്സ് പഠിക്കുവാൻ കടന്നുപോയി. അനന്തരം നാട്ടിലേക്ക് അവധി ആഘോഷിക്കാൻ വന്നപ്പോൾ കൂട്ടുകാരുമൊത്ത് ഇവിടുത്തെ എറണാകുളത്തെ പ്രധാനപ്പെട്ട പട്ടണത്തിൽ രാത്രി മുഴുവൻ സഞ്ചരിച്ച് പെൺകുട്ടി കാണാതായപ്പോൾ മാതാപിതാക്കൾ നിയമപാലകരെടുത്ത് ചെല്ലുമ്പോൾ നാം കണ്ട നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച വാർത്ത, ചിത്രപ്രിയ എന്ന പെൺകുട്ടി തൊട്ടടുത്ത ദിവസം രാവിലെ സമയം തൊട്ടടുത്തുള്ളൊരു കാട്ടിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വാർത്തയാണ്. നിയമപാലകർ കണ്ടുപിടിച്ചു. കൂട്ടുകാരുമൊത്ത് ലഹരിക്ക് അടിമയായി, ലഹരിയുടെ അമിതമായ ഉപയോഗത്തിൽ ലക്കുകെട്ട കൂട്ടുകാർ ആ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ക്രൂരമായി കൊണ്ടുകളയുക. വീടുകളും വീതികളും കവലകളും കലാലയങ്ങളും ഒക്കെ അസമാധാനത്തിന്റെ അട്ടുതകളെ പ്രഖ്യാപിച്ചുകൊണ്ട് വീടുകളും
രാഷ്ട്രീയമായും രാഷ്ട്രീയ മേഖലകളിലും ഇവിടുത്തെ ഉന്നതമായ രാഷ്ട്രീയ സംവിധാനങ്ങളിലൊക്കെ ഭരിക്കുന്ന ആളുകളുടെ പിന്മുറക്കാരും അവിടെ ആളുകളുമൊക്കെ അമിതമായ ലഹരിയുടെ ഉപയോഗത്തിൽ പിടിക്കപ്പെടുകയും ലഹരിയുടെ വാഹകരായി മാറുകയും ഒക്കെ ചെയ്യുന്ന വാർത്ത നാം അനുദിനം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, സമാധാനം കൊടികൊണ്ട് വാർത്ത ചേർത്ത് പിടിക്കപ്പെട്ട സ്നേഹ സഹോദരങ്ങളെ പോലെ ഏക സഹോദരങ്ങളെ പോലെ ചേർത്ത് പിടിച്ച് മതവൈര്യം ഏതുമില്ലാതിരുന്ന് കൂട്ട സഹോദരങ്ങളെ പോലെ ചേർത്ത് പിടിച്ച് മതവൈര്യങ്ങളില്ലാതെ പോയി ഒരു നല്ല നാടായി മാറിയിരുന്നു നമ്മുടെ നാട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ചില വർഷങ്ങളായി വിദ്വേഷങ്ങളുടെയും അക്രമങ്ങളുടെയും അരാഷ്ട്രതയുടെയും ആത്മഹത്യകളും കുടുംബചിത്രങ്ങളുടെയും നാടായി നമ്മുടെ നാടിനെ മാറ്റിയതിന് പിന്നെ ചെറുകാരം എന്താണ്? ഇവിടുത്തെ സകല തിന്മകളുടെ വേരുകൾ പരിശോധിച്ചാൽ അത് കൊലപാതകങ്ങളാകട്ടെ, അത് കുടുംബചിത്രങ്ങളാകട്ടെ, അത് മോഷണമാകട്ടെ, അത് ഏത് കുറ്റകൃത്യമാകട്ടെ, ബലാത്സംഗങ്ങളാകട്ടെ, ഇവിടുത്തെ ഏത് തിന്മകളുടെ വേര് പരിശോധിച്ചാൽ അവിടെയൊക്കെ വില്ലനായി നിൽക്കുന്നത് മദ്യമോ മയക്കുമരുന്നോ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിന്റെ പിന്നെ ചോദ്യകാരം എന്താ? ഭാരതം സ്വതന്ത്രമായിട്ട് 80 വർഷം പിന്നിടുമ്പോൾ ഒരു കാര്യം മനുഷ്യവും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട് സ്വതന്ത്രമാണോ? നമ്മുടെ കേരളം സ്വതന്ത്രമാണോ? നമ്മുടെ കുടുംബത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ? നമ്മുടെ സ്ഥലം തലമുറകൾ സ്വാതന്ത്ര്യമുള്ളവരാണോ? സമാധാനത്തോടെ അവരുടെ ലക്ഷ്യബോധത്തിലേക്ക് നടന്നീങ്ങാൻ നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ്. മനുഷ്യനെ അസ്വാതന്ത്ര്യത്തിലേക്കും മനുഷ്യനെ അസമാധാനത്തിലേക്കും മനുഷ്യനെ അൽപതയിലേക്കും നയിക്കും ചെറുകാരം എന്താണ്? രക്ഷപ്പെടാൻ പലവട്ടം ആഗ്രഹിച്ചിട്ടും അതിലേക്ക് നയിക്കാൻ കഴിയാതെ മനുഷ്യനെ പുറകോട്ട് വലിക്കുന്ന ചെറുകാരം എന്താണെന്ന് നാം പരിശോധിക്കപ്പെടേണ്ടത്. അതിന് ഉത്തരം പറയാനാണ് ഞങ്ങൾ ഈ കവലയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. രക്ഷപ്പെടാൻ പലവട്ടം ആഗ്രഹിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ പിന്നെ വന്നിരിക്കുന്ന ചെറുകാരം എന്താണ്? രാവിലെ ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഇനി ഞാൻ മദ്യപിക്കുകയില്ല എന്ന് തീരുമാനമെടുത്ത ഒരു യൗവനക്കാരൻ വൈകുന്നേരം വീണ്ടും മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നതിന് പിന്നിൽ ചെറുകാരം എന്താ? ഇനി മേലാൽ ഞാൻ MDMA കൈകൾ വിടുകയില്ല, കഞ്ചാവും ചരസും വിടുകയില്ലെന്ന് വീട്ടിലെ അമ്മയുടെ തലത്തോട് സത്യം പോകുന്ന യൗവനക്കാരൻ പിന്നെയും അതിന് അടിമയാകുന്ന ചെറുകാരം എന്താ? അതിനുവേണ്ടി ഞാൻ പണം മുടക്കുന്നു എന്ന് പറയുന്ന അതിലേക്ക് പിന്നെയും ചെറുകാരം എന്താ? രക്ഷപ്പെടാൻ പലവട്ടം ആഗ്രഹിച്ച് ലഹരി വിമോചന ക്ലാസ്സുകളിലും മതബോധ ക്ലാസ്സുകളിലും ഒക്കെ പങ്കെടുത്ത് അമ്മയോടും അപ്പനോടും പള്ളിയിൽ അച്ഛനോടും മതമേളധ്യക്ഷന്മാരുടെ മുമ്പിലൊക്കെ സത്യപ്രതിജ്ഞയും ഉടമ്പടിയും ഒക്കെ എടുത്ത് തീരുമാനമെടുത്ത് അനുതാപത്തിലേക്ക് വന്നിട്ട് പിന്നെയും രക്ഷപ്പെടാൻ കഴിയാതെ മനുഷ്യനെ പിന്നെയും ഭക്ത്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും മനുഷ്യനെ അസ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുപോകുന്നതിന്റെ പിന്നെ ചോദ്യകാരം എന്താണ്? പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ തകർത്ത് കളയുന്ന കുടുംബത്തിന്റെ അസമാധാനത്തെ തള്ളി തകർക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ പണത്തെ ഇല്ലാതാക്കുന്ന ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന വീടുകളെ മുച്ചൂടെ തകർത്തു കളയുന്ന സമൂഹത്തെ മുച്ചൂടെ തകർത്തു കളയുന്ന ജീവിതത്തെ മുച്ചൂടെ ഇല്ലാതാക്കി കളയുന്ന ഇത്തരത്തിലുള്ള മയക്കുമരുന്നും ഇത്തരത്തിലുള്ള അസമാധാനം കൊണ്ടുവരുന്ന സംഗതികളിലേക്കും മനുഷ്യനെ നയിക്കുന്ന ചോദ്യകാരം എന്താണ്? ബൈബിളിൽ പറയുന്നു, പാവം ഒരു അടിമത്തമാണ്. പാവം മനുഷ്യനെ അടിമച്ചങ്ങളിൽ വഹിക്കുകയാണ്. മനുഷ്യന്റെ പാവം എന്നത് മനുഷ്യനെ പിന്നെയും അടിമത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. രക്ഷപ്പെടാൻ പലവട്ടം ആഗ്രഹിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ പിന്നെയും മനുഷ്യനെ തിന്മയിലേക്കും അസ്വാതന്ത്ര്യത്തിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്നത് ചെറുവികാരം മനുഷ്യനെ കുടികൊള്ളുന്ന ഭാവമാണ്. എല്ലാ മതങ്ങളും പറയുന്നു മനുഷ്യൻ ഭാവിയാണെന്ന് പറയുന്നു. മനുഷ്യൻ കുടികൊള്ളുന്ന ഭാവം മനുഷ്യനെ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ടും അതിൽ നിന്ന് പിന്നെയും മനുഷ്യനെ രക്ഷപ്പെടാൻ കഴിയാതെ അതിലേക്ക് തിന്മയിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മനുഷ്യനെ അടിമത്തിലേക്ക് നയിക്കുന്ന പാപത്തിൽ നിന്ന് മനുഷ്യനെ അടിമത്തിലേക്ക് നയിക്കുന്ന തിന്മകളിൽ നിന്ന് മനുഷ്യനെ അടിമത്തിലേക്ക് നയിക്കുന്ന അസ്വാതന്ത്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന പല സംഗതികളുമുണ്ടോ? അതാണ് നമ്മുടെ ഉത്തരം. ലോകത്തിന്റെ നിറയിൽ മനുഷ്യകുലത്തിന് സ്വാതന്ത്ര്യം വരുത്തുക, മനുഷ്യന്റെ പാപത്തിന് സ്വാതന്ത്ര്യം വരുത്തുക, മനുഷ്യന്റെ തിന്മകളിൽ സ്വാതന്ത്ര്യം വരുത്തുക, മനുഷ്യന്റെ ഏത് പ്രശ്നത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്താൻ കഴിയുന്ന ഒരു മാർഗവും ഒരു വഴിയും അത് രക്ഷാനായകനായ യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. യേശു പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം അത് നിത്യമാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് നിത്യ സ്വാതന്ത്ര്യമാണ്. യേശു പറഞ്ഞു, എന്റെ സ്വാതന്ത്ര്യം അത് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യമാണ്. യേശു പറഞ്ഞു, മനുഷ്യന് കൊടുകൊള്ളുന്ന പാപമാകുന്ന ചുമലിൽ നിന്ന് മനുഷ്യൻ കൊടുകൊള്ളുന്ന തിന്മയാകുന്ന ചുമലിൽ നിന്ന് മനുഷ്യനെ പൊട്ടിച്ചു മാറ്റി മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം നൽകി, നിലനിൽക്കുന്ന രക്ഷാമാർഗം നൽകി, മനുഷ്യന് മോക്ഷം നൽകി, നിലനിൽക്കുന്ന സന്തോഷം നൽകി, കുടുംബത്തിലും സമൂഹത്തിലും ഗുണമുള്ളവരായി മെച്ചമുള്ളവരായി മാന്യമുള്ളവരായി സമൂഹത്തിൽ രക്ഷബോധം നൽകി മനുഷ്യൻ നയിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു രക്ഷാനായകൻ യേശുക്രിസ്തുവാണെന്ന് അടിവരയിട്ട മണിമലക്കവയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രിയ സുഹൃത്തെ, വേദപുസ്തകം പറയുന്നു യേശുക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയ അത് നിത്യ സ്വാതന്ത്ര്യമാണെന്ന് വേദപുസ്തകം പറയുന്നു. യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനങ്ങളാണ്. യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുന്നു? യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ
ആയിരക്കണക്കിന് കാരണങ്ങൾ കൊണ്ട് ലോകം കണ്ട കാലം കണ്ട ചരിത്രം കണ്ട ഏറ്റവും നല്ല ഗുരു, ലോകം കണ്ട കാലം കണ്ട ചരിത്രം കണ്ട ഏറ്റവും നല്ല കാരണദർശി, ലോകം കണ്ട കാലം കണ്ട ചരിത്രം കണ്ട ഏറ്റവും നല്ല രക്ഷാനായകൻ, ലോകം കണ്ട കാലം കണ്ട ചരിത്രം കണ്ട ഏറ്റവും നല്ല വാഗ്മി ആകുന്ന യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആർക്കും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അടിച്ചമർത്തുന്ന അസമത്വത്തിലേക്ക്, അസംഘടിത അവസ്ഥയിലേക്ക്, ഭാരത്തിന്റെ കൂച്ചുവലത്തിലേക്ക് രക്ഷപ്പെടാൻ പല വഴികൾ ആഗ്രഹിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ നിങ്ങളെ ബന്ധിച്ചു കളയുന്ന, നിങ്ങളെ കാത്തു കളയുന്ന, ചില ചങ്ങളെ പൊട്ടിച്ചു മാറ്റി ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തിൽ നടന്നിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം അത് യേശുക്രിസ്തു മാത്രമാണ്. യേശുവിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്റെ വഴിയും, ഞാൻ തന്റെ സത്യവും, ഞാൻ തന്റെ ജീവനുമാകുന്നു. രക്ഷപ്പെടാൻ ഏക വഴി, പാപോദരത്തിന് ഏക വഴി, മനുഷ്യകുലത്തിന് സ്വാതന്ത്ര്യം നൽകുവാൻ ഏക വഴി. രാഷ്ട്രീയ ബന്ധം കൊണ്ട്, ഇവിടുത്തെ സാമൂഹ്യ സംവിധാനം കൊണ്ട് മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിന് സ്വാതന്ത്ര്യം വരുത്തുവാൻ ഒരു നാളും കഴിയില്ലെന്ന് അടിവരിട്ട് പറയുന്നു. പ്രിയ സുഹൃത്തെ, മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന പാപോചനത്തിലേക്കും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യ ലക്ഷ്യം കഴിയുന്ന ഒരേ ഒരു മാർഗം സാക്ഷാൽ യേശുക്രിസ്തു മാത്രമാണ്. ഏത് പുസ്തകം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശുക്രിസ്തു നാമല്ലാതെ വേറെ ഒരു നാമവും ഇല്ലവേ ഇല്ല. എന്തുകൊണ്ടാണ് യേശു മാത്രം ഏകരക്ഷകൻ? എന്തുകൊണ്ടാണ് യേശു മാത്രം പാപത്തിന് മോചകൻ? എന്തുകൊണ്ട് യേശുക്രിസ്തു മാത്രം ലോകരക്ഷിതാവ്? എന്തുകൊണ്ട് യേശുക്രിസ്തു മാത്രം മനുഷ്യകുലത്തിന് സ്വാതന്ത്ര്യം വരുത്തുവാൻ കഴിയുന്ന രക്ഷകൻ എന്ന് പറയുന്നു? പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ സത്യാന്വേഷിയാണോ? പ്രിയപ്പെട്ട സുഹൃത്തെ, രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തെ, ജന്മത്തിന് നിങ്ങൾ വേണ്ടാത്തവരാണോ? പ്രിയപ്പെട്ട സുഹൃത്തെ, ജന്മത്തിന് അപ്പുറം നിങ്ങൾ വേണ്ടാത്തവരാണോ? നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനക്കാരായി ജീവിതത്തിന്റെ വഴി നടന്നു പോയവരാണോ? രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ വേദപുസ്തകം പറയുന്നു, യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ, യേശുക്രിസ്തു മാത്രം പാപമോചകൻ, യേശുക്രിസ്തു മാത്രം ഏകവഴി, യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നത്? യേശുക്രിസ്തുവിനെ പോലെ ജനിച്ച ഒരാളുമില്ല. പാപരഹിതനായി ഇവിടെ ജനിച്ചു, പാപം കൂടാതെ ഇവിടെ ജനിച്ചു. യേശുക്രിസ്തുവിനെ പോലെ നിസ്തുല്യനായി, പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ വന്നു പറന്ന് ഒരാളും മറ്റൊരാളും ഇല്ലവയില്ല. ലോകചരിത്രത്തെ BC എന്ന് മേടിയും രണ്ടായി കിരിമുറിച്ചു. ലോകത്തെ അല്ലെങ്കിൽ ലോകത്തിന്റെ സമൂഹ ലോകത്തിന് വിമോചനം നൽകുവാൻ, ലോകത്തിന് രക്ഷ നൽകുവാൻ, ലോകത്തിന് സ്വാതന്ത്ര്യം നൽകുവാൻ, സ്വാതന്ത്ര്യത്തിന് വിടംബരപ്പെടുത്തി അടിച്ചുകൊണ്ട് ഇവിടെ ജനിച്ച മറ്റൊരാളുമില്ലവയില്ല. യേശുവിനെ പോലെ ജനിച്ചൊരാളുമില്ല. പാപരഹിതനായി ജനിച്ച്, പാപം കൂടാതെ 33 തിരുവയസ്സിന് ഭൂപരപ്പിൽ ജീവിച്ച്, പാപിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് മനുഷ്യകുലത്തിന്റെ പാപമാകുന്ന ചങ്ങലയിൽ നിന്ന് രക്ഷിക്കുവാൻ, മനുഷ്യ രക്ഷിക്കുവാൻ ധർമ്മം കൊണ്ട്, ആചാരം കൊണ്ട്, മതം കൊണ്ട്, അസമടുത്ത സംവിധാനം കൊണ്ട് കഴിയാതിരുന്നപ്പോൾ മനുഷ്യൻ പാപത്തിന്റെ അസമത്വത്തിൽ, പാപത്തിന്റെ കരാളകഷ്ടങ്ങൾ, പാപത്തിന്റെ ചങ്ങലയിൽ ബന്ധിതനായി ഒരിക്കൽ രക്ഷപ്പെടാൻ കഴിയാതെ പോയപ്പോൾ മനുഷ്യന്റെ പാപത്തിന് ചങ്ങലയെ പൊട്ടിച്ചെറിയുവാൻ പാപരഹിതനായി ജനിച്ച്, പാപം കൂടാതെ 33 തിരുവയസ്സിൽ ജീവിച്ച്, പാപിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച ഒരേ ഒരു രക്ഷകൻ, ലോകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. യേശുവിന്റെ ക്രൂശുമരണം ഒരു അപകടമരണമല്ല. യേശുവിന്റെ ക്രൂശുമരണം ഒരു ആത്മഹത്യയല്ല. യേശുവിന്റെ ക്രൂശുമരണം രക്തസാക്ഷിമരണമല്ല. യേശുക്രിസ്തുവിനെ ആരും കൊന്നുകളഞ്ഞില്ല. മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ, കറുപ്പാകുന്ന പാപത്തെ മനുഷ്യന്റെ സകല പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപമില്ലാത്തൊരുവൻ കാൽവറിയിൽ മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാകയാൽ യേശു മരിക്കുന്നതിന് 700 വർഷം മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ച് പ്രവചനം നിവർത്തിയെന്നോളം കാലസമൂഹം ഇവിടെ വന്നു തുറന്ന് 33 തിരുവയസ്സിൽ ജീവിച്ച് സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നിൽ വിശ്വസിക്കുന്നവരുടെ പുതുവഴികൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ച് മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറിയിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി. ഇനി നിങ്ങൾ പാപിയായി, അസമത്വമുള്ളവരായി, അസംഘടിതരായി, ഒറ്റപ്പെട്ടവരായി, അരാഷ്ട്രീയരായി, സ്വാതന്ത്ര്യമില്ലാത്തവരായി ജീവിക്കേണ്ടതില്ല. നിങ്ങളെ കൊച്ചുവിലങ്ങിടുന്ന ഏത് പാപത്തിനും പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിന് രക്തത്തിന് കഴിയൂ. യേശുക്രിസ്തുവിനെ പറഞ്ഞു, എന്റെ രക്തം സകല പാപത്തിനും പരിഹാരം വരുത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം അത് പുണ്യ രക്തമാണ്, അത് കുറ്റമില്ലാത്ത രക്തമാണ്, അത് പാപമില്ലാത്ത രക്തമാണ്.
വരുത്തുവാൻ കഴിയുള്ളൂ. പ്രിയ സുഹൃത്തെ, ഞങ്ങളുടെ മക്കൾ നിർത്തിപ്പിക്കാതെ ഞങ്ങളുടെ സന്ദേശത്തിന് കുത്തുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, അതേത് മതമായിക്കൊള്ളട്ടെ, ഏത് സമൂഹമായിക്കൊള്ളട്ടെ, മനുഷ്യനെ സാക്ഷാൽ സ്വാതന്ത്ര്യം വരുത്തുവാൻ യേശു ക്രിസ്തു മാത്രമേ കഴിയുള്ളൂ. ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ആ സ്വാതന്ത്ര്യം അത് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമാണ്. ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് നിൽക്കുന്ന സ്വാതന്ത്ര്യമാണ്. മനുഷ്യന്റെ ശാപത്തിൽ സ്വാതന്ത്ര്യം വരുത്തുവാൻ, മനുഷ്യന്റെ പാപത്തിൽ സ്വാതന്ത്ര്യം വരുത്തുവാൻ, മനുഷ്യന്റെ രോഗത്തിൽ സ്വാതന്ത്ര്യം വരുത്തുവാൻ, മനുഷ്യന്റെ ഏത് പ്രശ്നത്തിലും സ്വാതന്ത്ര്യം വരുത്തുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. എന്തുകൊണ്ട്? യേശു മാത്രം രക്ഷാദായകൻ. യേശുവിനെ പോലെ ജനിച്ച ഒരാളുമില്ല, യേശുവിനെ പോലെ ജീവിച്ച ഒരാളുമില്ല, യേശുവിനെ പോലെ മനുഷ്യകുലത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ച ഒരാളുമില്ല. അത് മാത്രമല്ല, മരിച്ചു മൺമറഞ്ഞു പോയ ഒരാളാണ് യേശുവെങ്കിൽ എന്നെ പോലെ ഞങ്ങളെ പോലെ ആരും കവലയിൽ നിന്ന് പ്രസംഗിക്കുകയില്ല. യേശുവിന്റെ പ്രത്യേകത, അവൻ മരിച്ചുമൃത്തെ ഉയർത്തെഴുന്നേറ്റവരാ. യേശുവിനെ അടക്കി കല്ലറയിൽ നിന്ന് 3 നാൾ കല്ലറകളെ ഭേദിച്ച് മണ്ണത്തെത്തികാരിയായി പിശാചിനെ കാൽവരിയിൽ തോൽപ്പിച്ച് 3 നാൾ കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ ഏകരക്ഷകനും ലോകരക്ഷകനുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുടെ ജീവിതത്തിലെ പാപമോചനമുണ്ട്. പ്രിയ സുഹൃത്തേ, ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും. പാപം നിങ്ങളെ അസ്വാതന്ത്ര്യം നയിക്കുന്നുണ്ടോ? നിങ്ങൾ ലഹരിക്ക് അടിമയാണോ? നിങ്ങൾ പാപത്തിന് അടിമയാണോ? നിങ്ങൾ നിങ്ങളുടെ വീടിനും സമൂഹത്തിനും കൊള്ളരാതെ പോയവരാണോ? നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സമസ്ത സീമകളിലും സ്വാതന്ത്ര്യം വരുത്തുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അത് നിങ്ങളുടെ പണം ആവശ്യമില്ല, നിങ്ങളുടെ യാതൊന്നും ആവശ്യമില്ല. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ നടക്കുന്ന സ്ഥലത്ത്, കവലകളിലും വീടുകളിലും തെരുക്കോണിലും എവിടെയാണെങ്കിലും യേശുവേ എന്നെ രക്ഷിക്കണമേ, ഞാനെന്നെ വിശ്വസിക്കുന്നു, ഇന്ന് മുതൽ അങ്ങയുടെ മകനാകാൻ എന്നെ സമർപ്പിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അത് ആരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വരികയും, നിങ്ങളുടെ കുടുംബത്തിലേക്ക് യേശു വരികയും, നിങ്ങളുടെ തലമുറയിലേക്ക് യേശു വരികയും, നിങ്ങളുടെ ജീവിതത്തിന് സാക്ഷാൽ സ്വാതന്ത്ര്യം വരുത്തുവാൻ യേശുവിന് കഴിയും എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കൾ അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ പ്രാപിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനാണ് നിങ്ങൾ കവലയിൽ പ്രസംഗിക്കരുത്. യേശുവിന്റെ സ്നേഹം നിങ്ങളെ പിന്തുടരുന്നു. യേശുവാകുന്ന രക്ഷകനും ലോകരക്ഷകനുമായ യേശുവിനെ കണ്ടെത്തി, രക്ഷാനായനെ കണ്ടെത്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞങ്ങളെ കേട്ട എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ, 1000 ആശംസകൾ, 1000 അഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്ന ദൈവങ്ങളിലേക്ക് മാറണം.